ഏർപ്പെടാം ഞങ്ങളുടെ ഏർപ്പെടാം. ഞങ്ങൾ സത്യം പറഞ്ഞ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ അഭിമാനം കൊള്ളും. ഞാൻ എന്നെ സംബന്ധിച്ച് ദാസേട്ടാ ഈ ഏർപ്പെടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അഭിമാനം കൊള്ളുവാണ്. സത്യം എന്താ അറിയില്ല, അതേ കുളിര് പോലും. അതല്ല, നിങ്ങളെ വെച്ച് എന്നാണ് എനിക്ക് ഏർപ്പെടം എടുക്കാൻ പറ്റിയിട്ടോ. ആ യൂട്യൂബർ ആരാന്ന് എനിക്കറിയില്ല. ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു. എന്തൊക്കെ ഈ ലോകത്തിൽ എന്താ പറ്റിയത്? ഈ ലോകം എങ്ങോട്ടാണ്? ഞാൻ സത്യം പറഞ്ഞ ആൽബം എന്ന് വെച്ചാൽ എന്റെ ജീവനാണ്, ജീവനാടിയാണ്, എന്റെ ബ്ലഡ് ആണ് ആൽബം. അതെന്താണെന്നറിയില്ല, പണ്ടോട്ടെ ആളുടെ സിനിമ അല്ല എനിക്ക് ഏറ്റവും വലുത്. എനിക്ക് ഏറ്റവും വലുത് ആൽബമാണ്. അതെന്താന്ന് എനിക്കറിയില്ല, ജീവനാണ്. ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ രേണു ചേച്ചി കൊണ്ടുവന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, രേണു സുധിയുടെ പുതിയ ആൽബവും പുതിയ ലൈവും ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിഷയം. നിങ്ങൾ നമ്മളെ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കൂടാതെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ നൽകി മാക്സിമം നമുക്ക് സപ്പോർട്ട് കൂടി തരിക. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ ലൈവിൻ്റെ കുറച്ച് ഭാഗങ്ങളോടുണ്ട്, അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നിപ്പോകും ഇവർക്കൊരു ഉളുപ്പില്ല എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുക എന്നുള്ളത് ഇവരുടെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിനുവേണ്ടി അവർ ഓരോ കണ്ടന്റുകൾ അങ്ങോട്ട് ഇട്ട് തരും. അത് 100% ഉറപ്പാണ്. ഇവർ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവരെ നമ്മൾ അനുകൂലിച്ചുകൊണ്ട് ഒരു വീഡിയോ നേരത്തെ ഇട്ടേപ്പുണ്ടായിരുന്നു. ദുബൈയിലെ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ പേര് എല്ലാവരും പറഞ്ഞപ്പം അത് ശരിയല്ല എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്ത വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരുടെ ഈ ലൈവിന്റെ വാക്കി ഒന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് വാക്കി സംസാരിക്കാം. അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ദാസേട്ടൻ ഭയങ്കര ഫാൻസ് കൂടി, എന്റെ നെഗറ്റീവുകൾ വന്ന് പരത്തരി. പിന്നെ ഞാൻ 2-3 പേരെ ഏൽപ്പിച്ചിട്ടുണ്ട് നെഗറ്റീവിന് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ. എന്റെ 2 പിള്ളേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ നല്ല കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്റെ പേജ് നോക്കാൻ. നമ്മളെ കോട്ടയം ജില്ലയിലെ ചെമ്പക്കര വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. വീടിന്റെ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ചുറ്റുള്ളൂ. ദാസേട്ടന്റെ വീട്ടിൽ വരാൻ പറ്റും. അതെ, രേണുവിന്റെ വീട്ടിൽ വരാൻ പറ്റി. അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയാസ് ഒക്കെ ഞങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. എന്താ നമ്മള് എല്ലാവരും ആൽബത്തിന്റെ ഓരോ വിവരങ്ങൾ അതാത് സമയത്ത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എത്തിക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ താങ്ക്സ് ടു ഓൺലൈൻ മീഡിയാസ്. നമ്മൾ ഒരു ദിവസം കൊണ്ട് എന്തായാലും 10-35,000 വ്യൂസ് ഒക്കെ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. ഒരു 50 കാൻഡിഡേറ്റ് ആവാനായെന്ന് എനിക്ക് തോന്നുന്നു. ആകാറായി തോന്നുന്നത് അത് സന്തോഷമുള്ള വാർത്തയാണ്. നിങ്ങൾ കാണാത്തവർ വീണ്ടും കാണുക, കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിൽ ആൽബത്തിന് ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നല്ല ആൽബങ്ങൾ ഞങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവും. ലച്ചു തന്നെ ഞങ്ങളെ വെച്ചിട്ട് ആൽബം ചെയ്യുമെന്നാണ് തോന്നുന്നത്. ലച്ചു ഇവിടെ ഉണ്ട്. ഹായ് ലച്ചു, താങ്ക് യു സോ മച്ച്. ലച്ചു വന്നിട്ടുണ്ട്. ഒന്ന് കേട്ടോ ലൈക്ക് റിക്വസ്റ്റ് എടുക്കണോ? എനിക്കിനെ പറ്റി അറിയില്ല. ഞാൻ ലൈവ് തുടങ്ങിയാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹലോ, പല്ലിനൊന്നും ചെയ്തില്ല. ഞാൻ സന്തോഷം കൊണ്ട് മോൻ കാണിക്കാൻ തീർച്ചയായിട്ടും ഞാൻ എന്നാ ഒരു വീഡിയോ കണ്ട് എന്റെ കിളിയും കിളിക്കൂടും പറന്ന് നിക്കുക. ഏർപ്പെടാം ഞങ്ങളുടെ ഏർപ്പെടാം. ഞങ്ങൾ സത്യം പറഞ്ഞ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ അഭിമാനം കൊള്ളും. ഞാൻ എന്നെ സംബന്ധിച്ച് ദാസേട്ടാ ഈ ഏർപ്പെടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അഭിമാനം കൊള്ളുവാണ്. സത്യം എന്താ അറിയില്ല, അതേ കുളിര് പോലും. അതല്ല, നിങ്ങളെ വെച്ച് എന്നാണ് എനിക്ക് ഏർപ്പെടം എടുക്കാൻ പറ്റിയിട്ടോ. ആ യൂട്യൂബർ ആരാന്ന് എനിക്കറിയില്ല. ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു. എനിക്കൊക്കെ പണിയുന്ന ഒരു സിനിമയില് നായകനും സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ അല്ലെ, ആ സിനിമ എന്തൊക്കെ ഉണ്ടാവും? അവർ തമ്മിൽ പ്രണയിക്കുകയാണെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യും, ഉണ്ടാവൂലേ? ഇതൊക്കെ സ്വാഭാവികമാണ്. സിനിമകളിലും ഒക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ കോരിത്തേരിച്ച് കയ്യടിച്ച് തിയേറ്ററിൽ പോയിട്ട് അല്ലെ. ഞങ്ങളൊരു ആൽബത്തിന് ഒരു അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് ആൾക്കാർ ഇത്രയുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ വാട്ടപ്പേ ഈ ലോകത്തിൽ എന്താ പറ്റിയത്? എങ്ങോട്ടാണ്? ഞാൻ സത്യം പറഞ്ഞ ആൽബം എന്ന് വെച്ചാൽ എന്റെ ജീവനാണ്, ജീവനാടിയാണ്, എന്റെ ബ്ലഡ് ആണ് ആൽബം. അതെന്താണെന്നറിയില്ല, പണ്ടോട്ടെ ആളുടെ സിനിമ അല്ല എനിക്ക് ഏറ്റവും വലുത്. എനിക്ക് ഏറ്റവും വലുത് ആൽബമാണ്. അതെന്താന്ന് എനിക്കറിയില്ല, ജീവനാണ്. ഞാനും ഒരു 5-6 സിനിമകൾ അഭിനയിച്ച ആളാണ്. അതിൽ എന്റെ ഭാര്യയായിട്ട് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ മോളായിട്ട് സ്ത്രീകൾ കുറെ എന്നോട് അഭിനയിച്ച മോളായിട്ട് അഭിനയിച്ചത്, അമ്മയിൽ അഭിനയിച്ചത്. എന്താണ് ആൾക്കാർക്ക് ഇവിടെ സംഭവിക്കുന്നത്? അല്ല, ദാസേട്ടൻ കോഴിക്കോട് രേണുസുതി ആയതുകൊണ്ടാണ് പ്രശ്നം. അതിപ്പം വേറൊരു നടി അഭിനയിച്ചിരുന്നെങ്കിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇപ്പൊ ഈ ലൈവ് ഇപ്പൊ യൂട്യൂബേഴ്സ് എടുക്കും. ആൽബം അല്ല നിന്റെ കഴപ്പ് ജിഷ്യൻ. എടാ മോനെ ഒന്നുകൂടെ കാണിച്ചത് ആൽബം അല്ല നിന്റെ കഴപ്പ്. ജിഷ്യനും സെസം. എടാ പൊന്നുമോനെ, കഴപ്പ് ഇവിടെ ഞങ്ങൾക്കാരും കഴപ്പില്ല. ഞങ്ങൾ ആൽബം നല്ല രീതിയിൽ നല്ല കഷ്ടപ്പെട്ടെടുത്താണ്. ആൽബം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തലേന്ന് ഉറക്കം അളച്ച് തന്നെ നല്ല രീതിയിൽ ഞങ്ങൾ മീഡിയക്കാരും അവരെല്ലാരും ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ പിള്ളേരെ വരെ ഉറക്കം അളച്ച് ആ കുട്ടിയുടെ അധ്വാനമാണ്. അപ്പൊ അല്ലാതെ ഞങ്ങളുടെ കഴപ്പല്ല. നിന്റെ വീട്ടിൽ പഠിപ്പിക്കുന്നത് ഇവിടെ വന്ന് വിളമ്പരുത് കേട്ടോ. അത് നിന്റെ കഴപ്പാണ്, ഞങ്ങളുടെ ആരും കഴപ്പല്ല. ഞാൻ പറയും ദാസേട്ടൻ ലച്ചു ഒന്നും മിണ്ടത്തില്ല. തിരിച്ച് രേണുസുതി നല്ല വർത്താനം പറയും. ഓക്കെ, അപ്പൊ
അപ്പൊ നമ്മള് രാവിലെ ഒരു 7 മണിക്ക് പൂജ കഴിഞ്ഞ് തുടങ്ങി ഒരു 6:30 കറക്റ്റ് ആ പിന്നെ ഒരു വെളിച്ചം 3 നമ്മൾ തീർക്കാൻ പറ്റി. അതന്നെ പിന്നെ അത്രയും സഹകരണമാണ്. അപ്പൊ ലച്ചുവിന്റെ അച്ഛനും അമ്മയാണ് അത് ഡയറക്റ്റ് ചെയ്തത് അല്ലേ. ഞങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്തു പ്രൊഡ്യൂസ് ചെയ്ത് സമയാസമയത്ത് നമുക്ക് ഭക്ഷണം തരിക, വെള്ളം തരിക, നല്ല അടിപൊളി. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് വിജയം തന്നെയാണ്, ഞങ്ങളുടെ വിജയം തന്നെയാണ്. ഒരു ദിവസം കൊണ്ട് 30,000 40,000 ആയിരിക്കും, അത് ഞങ്ങളുടെ വിജയം തന്നെയാണ്. അത്രയും വ്യൂ ഞങ്ങൾക്ക് ഉണ്ടാ ഞങ്ങളുടെ വിജയം തന്നെയാണത്. അപ്പം ലച്ചു പോയോ? ഇല്ലില്ല, ഞാനിവിടെ ഉണ്ട്. അപ്പൊ ഈ ലോകത്തിന് എന്താ പറ്റിയെന്ന് രേണുസുതിക്ക് അറിഞ്ഞുകൂടാക്കി പറഞ്ഞുതരാം. നിങ്ങളെപ്പോലുള്ള അപരാധം പിടിച്ചതിനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്ന് അത് തന്നെ ഈ ലോകത്തിന് പറ്റിയത്, പ്രത്യേകിച്ച് കേരളത്തിൽ മലയാളികൾക്ക് പറ്റിയത്. ആ സുധിയുടെ ലേബലിൽ വന്നിട്ട് നിങ്ങൾ കാണിച്ച കോപ്രായങ്ങളെല്ലാം കണ്ട് ആദ്യം കുറച്ച് പേര് സഹതാപം കൊണ്ട് കയറി, പിന്നെ ആ തരംഗം വെച്ചുകൊണ്ട് നിങ്ങൾ കോമാളിത്തരങ്ങൾ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും റിയാക്ട് ചെയ്ത് ഫേമസ് ആയപ്പോൾ ബിഗ് ബോസ് കയറി. എന്നിട്ട് ഇപ്പോൾ എനിക്ക് സിനിമയല്ല ആൽബമാണ് വലുത്, പിന്നെ ഏപ്പടത്തി അഭിനയിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാണ് ഒരല്പം ഉളുപ്പ് എന്നുള്ളത് ഒന്നുമില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു ഇതിനകത്ത്, ഈ ലൈവ് ഉടനടി ഇപ്പം യൂട്യൂബർമാർ എടുക്കും, ഈ ലൈവ് എടുക്കും. കാര്യം അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വീഡിയോസൊക്കെ നമ്മൾ ഓരോരുത്തരും എടുത്ത് റിയാക്ട് ചെയ്യണമെന്നുള്ളത് അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടിയാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ വളരെ മോശപ്പെട്ട രീതിയാണ് എനിക്കിത് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് തോന്നുന്നത്. ഈ പെണ്ണിൻ്റെ ഒരു സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഒരുപാടങ്ങ് ഓവറായി കഴിഞ്ഞാലും അത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവരിപ്പോൾ ജോലിക്ക് ആളെ നിർത്തിയേക്കുവാന്ന് വീഡിയോസ് എല്ലാം റിപ്ലൈ കൊടുക്കാൻ. അങ്ങനെ റിപ്ലൈ കൊടുത്തായിരുന്നെങ്കിൽ നിങ്ങൾക്കെതിരെ സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വീട്ടിൽ ഇരുന്നേനെ. നിങ്ങൾ ഈ റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇന്നും ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നതും നിങ്ങൾക്ക് ഈ കണ്ട കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എന്തായാലും ഈ ലൈവും ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അങ്ങനെ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ വേറൊരു വീഡിയോ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പം വീണ്ടും കാണാം. അതുവരെയും ബൈ, താങ്ക് യു.